രോഹിതേട്ട, കഴിഞ്ഞ 2 ദിവസമായി എല്ലാ കണ്ണുകളും കൊട്ടാരക്കരയിലേക്കാണ്. മാധ്യമ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കോട്ടത്തലക്കാരനായ ബിഗ് ബോസ് താരമായ അഖിൽ മാരാരുടെ പേരാണ്. അഖിൽ മാരാരെ UDF കൊട്ടാരക്കരയിൽ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ അങ്ങ് കൊല്ലം ജില്ലയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും തരത്തിൽ അഖിൽ മാരാർക്ക് കൊട്ടാരക്കര UDF നൽകുമോ? കൊട്ടാരക്കര മണ്ഡലത്തെ കാണേണ്ടത് കൊല്ലം ജില്ലയിലെ ഒരു ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് മാത്രമല്ല, ധർമ്മടം പോലെ പരവൂര് പോലെ ഒക്കെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്ന കൊട്ടാരക്കര 20 വർഷങ്ങൾക്ക് മുമ്പ് ഐഷ പോറ്റി എന്ന കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു നിന്ന് 12,000 ചില്ലുവാനം വോട്ടുകൾക്ക് R ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയ കൊട്ടാരക്കര 15 വർഷക്കാലം കൊണ്ട് ഐഷ പോറ്റി 12,000 തുടങ്ങി 42,000 ലീഡ് നില ഉയർത്തിയ കൊട്ടാരക്കര. അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന MLA പേര് KN ബാലഗോപാൽ എന്നാണ്. കേരള നിയമസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തിരിക്കുന്ന കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ മണ്ഡലം. അപ്പോ പിണറായി വിജയനെ പോലെ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന VD സതീശനെ പോലെ, അല്ലെങ്കിൽ നേമത്ത് BJP തോട്ടം വെച്ചിരിക്കുന്ന നേമം പോലെയൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ UDFന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ തവണ 10,000 ശിഷ്ട വോട്ടുകൾക്ക് മാത്രമാണ് R രശ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന R രശ്മി, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, അവിടെ പരാജയപ്പെടുന്നത്. 42,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് സീറ്റിൽ ഐഷ പോറ്റി ജയിച്ച മണ്ഡലത്തിൽ KN ബാലഗോപാലിനെ പോലെ CPM-ലെ മുൻ രാജ്യസഭാ MP ആയ പ്രമുഖനായ ഒരാൾക്ക് 10,000 ശിഷ്ട വോട്ടുകൾക്ക് വേണ്ടി മാത്രം പരാജയപ്പെടേണ്ടി വന്നു. കാരണം കഴിഞ്ഞ തവണ ഇടത് തരംഗം ആഞ്ഞടിച്ച 99 സീറ്റുകൾ നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല, കൊട്ടാരക്കരയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊട്ടാരക്കര കൊടിക്കുന്നിൽ സുരേഷിന്റെ തട്ടകമാണ്. കൊട്ടാരക്കരയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അവിടെ ചില ആളുകൾ പ്രചരണ വേലകളൊക്കെ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരക്കര തിരിച്ചു പിടിക്കുക എന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു അഭിമാന പോരാട്ടം കൂടി തന്നെയാണ്. കൊട്ടാരക്കരയിൽ അഖിൽ മാരാരുടെ പേര് മാത്രമല്ല, ഒട്ടനവധി ആയ ആളുകളുടെ പേരുകൾ കൊട്ടാരക്കരയിൽ മുൻനിര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെ വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ്, രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തയാണ് അഖിൽ മാരാർ. എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളിയാണ് ആദ്യം അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഞാൻ അഖിൽ മാരാരുമായി സംസാരിച്ചിരുന്നു. അഖിൽ മാരാർ കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കരയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ബ്ലോക്ക് സീറ്റിൽ അഖിൽ മാരാർ സീറ്റ് ചോദിക്കുകയും പാർട്ടി കൊടുക്കാതിരുന്നതിനെ തുടർന്ന് സ്വതന്ത്രമായി മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ കൊട്ടാരക്കര. അതിനുശേഷം അതിനപ്പുറത്തേക്ക് മാറി വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക്, സിനിമാ സംവിധായകനായി, ബിഗ് ബോസ് താരമായി ഒക്കെ അഖിൽ മാരാർ മാറി. അതിനുശേഷം രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, സോഷ്യൽ മീഡിയയിൽ വലിയ പിണറായി വിരുദ്ധനായി മുൻനിര ചാനൽ ചർച്ചകളിലൊക്കെ അഖിൽ മാരാർ മാറുന്ന കാഴ്ച കണ്ടു. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ അഖിൽ മാരാരെ പറയാം. അതുകൊണ്ട് തന്നെ അഖിൽ മാരാരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ VD സതീശനും ഒക്കെയായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു സെലിബ്രിറ്റി. ആ തരത്തിലൊക്കെ അഖിലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിൽ താല്പര്യം. പക്ഷേ എനിക്കൊന്ന് നേഷൻ ഫസ്റ്റിൽ തന്നെ അഖിൽ മാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരക്കരയിൽ മാത്രമാണോ അഖിലിന് മത്സരിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന നിലയിൽ കേരളത്തിലെ ഏത് സീറ്റിലേക്കും പരിഗണിക്കാൻ കഴിയുന്ന ഒരാളുടെ പേര് തന്നെയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ കൊട്ടാരക്കരയിൽ അഖിൽ മാരാരുടെ പേര് പരിഗണിക്കും. എന്തായാലും 140 ഞാൻ വിശ്വസിക്കുന്നത്, അഖിൽ എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്, 2-3 സിനിമകളൊക്കെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള മേഖല തന്നെയാണ്, നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്ന അറിവ് അഖിലിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അഖിലിന് മാനസികമായി മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അഖിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അഖിൽ പറഞ്ഞത്. അഖിൽ കൊട്ടാരക്കര എന്നൊരു ഓപ്ഷൻ പോലും എന്നോട് സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി എവിടെയെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ, നേതൃത്വം പറഞ്ഞാൽ അഖിൽ തയ്യാറാകും എന്ന് തന്നെയാണ് അഖിലിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കൊട്ടാരക്കര ഒരു അഖിലിന് സാധ്യത കൽപ്പിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ 140 നിയോജക മണ്ഡലങ്ങളിൽ എവിടെ പോയി നിന്നാലും അഖിലിന് ഓളം ഉണ്ടാക്കാൻ കഴിയും. അഖിലിന് വൃത്തിയായി പണി അറിയാവുന്ന ആൾ തന്നെയാണ്. കൃത്യമായ ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണം, എങ്ങനെ സ്ട്രാറ്റജിക്കായി മൂവ് ചെയ്യണമെന്ന് അഖിൽ മാരാർക്ക് കൃത്യമായി അറിയാം. അവിടെ രണ്ടാമത് ഉയർന്നു കേൾക്കുന്ന പേരാണ് ഹരി, DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹരികുമാറിന്റെ പേര്. കൊട്ടാരക്കരക്കാരനാണ്. കൊടുക്കുന്ന സുരേഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവിടുത്തെ KSU കാലഘട്ടം തൊട്ട്
കൊട്ടാരക്കരയിൽ സജീവമായി നിൽക്കുന്ന പേരാണ്. മറ്റൊന്ന് ആർ രശ്മിയുടെ പേരാണ്. കഴിഞ്ഞ തവണ ബാലഗോപാലിനെതിരെ മത്സരിച്ച ആർ രശ്മി, ജനകീയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആർ രശ്മി ചേച്ചിക്ക് അവിടെ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ പറയപ്പെടുന്ന പോലെ നേതൃത്വത്തിനും കൊടുക്കുന്ന സുരേഷ് എം പിക്കും ഒക്കെ വോട്ട് ഒരുപാട് പിടിച്ചു മാറ്റിയ വ്യക്തിയാണ്. അതെ, ഉറപ്പായും ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നീട് അവിടെ കേട്ട പേരുകളിൽ ചിലതുണ്ട്. ആർ ചന്ദ്രശേഖരൻ, നമ്മുടെ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ, അതുപോലെ അജു, അവിടുത്തെ KSUവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അജുവിന്റെ പേരൊക്കെ ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ കേട്ടുവരുന്നുണ്ട്. പിന്നെ നെൽസൺ അടക്കം ഒരുപാട് പേര് അവിടെ പരിഗണിക്കാവുന്ന ക്വാളിറ്റിയുള്ള JS അടൂർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകൾ അവസാനം രാഹുൽ ഈശ്വർ വരെ കൊട്ടാരക്കരയിലെ സാധ്യതാ പട്ടികയിൽ നമ്മൾ കേൾക്കണം. അപ്പൊ ഇത്രയും അധികം സെലിബ്രിറ്റികളെ കൊട്ടാരക്കരയിൽ പേരുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ആ സീറ്റിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുക്കുന്ന സുരേഷ് എം പിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യവുമായി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എം പി ഇതുപോലെ ഒരുപാട് പേരുകൾ കൊട്ടാരക്കരയിൽ കേൾക്കുന്ന സ്ഥലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുന്ന സുരേഷ് പറഞ്ഞത് KN ബാലഗോപാലിനെ പരാജയപ്പെടുത്താൻ ശക്തമായ ഒരു സ്ഥാനാർത്ഥിത്വം കൊട്ടാരക്കരയിൽ ഉണ്ടാകണമെന്ന് നേതൃത്വത്തോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക്, ഗ്രൂപ്പ് സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കൊട്ടാരക്കര തിരിച്ചു പിടിക്കുക. അത് കൊടുക്കുന്ന സുരേഷ് ഒരു വ്രതമായി എടുത്തിരിക്കുന്നു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ കൊടുക്കുന്നതിനോട് എതിർത്ത് നിൽക്കുന്ന കുറച്ച് കോൺഗ്രസിനുള്ളിലെ തന്നെ ഗ്രൂപ്പുകൾ അവിടെ കൊടുക്കുന്ന സുരേഷ് ഇടതുപക്ഷത്തെ സഹായിച്ചു എന്നൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുക്കുന്ന സുരേഷിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, അങ്ങയുടെ ലോക്സഭാ മണ്ഡലത്തിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലും പരന്നു കിടക്കുന്ന ഒരു ചുവപ്പുണ്ട്, ആ ചുവപ്പ് മാറ്റണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായും മാറ്റണം, അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് കൃത്യമായി കൊടുക്കുന്ന സുരേഷ് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാവുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ ആണെങ്കിൽ അത് രാവിലെ മുതൽ മനോരമ അടക്കമുള്ള ന്യൂസ് ചാനലുകൾ അടിക്കുന്ന ബ്രേക്കിംഗ്, ഐഷ പോറ്റിക്ക് വേണ്ടി സീറ്റ് മാറ്റിയിട്ടിരിക്കുന്നു എന്ന് വേണം. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നു? ഇല്ല, അങ്ങനെയല്ല. ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റിയെ അവിടെ പ്രതീക്ഷിക്കാനുള്ള എല്ലാ സാധ്യതകളും കൊട്ടാരക്കരയിലുണ്ട്. നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ടാകും. കാരണം ആർ ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയാധികായകനെ 12,000 വോട്ടിന് മുട്ടുകുത്തിച്ച് 42,000 വോട്ടിലേക്ക് ലീഡ് ഉയർത്തി 3 തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലം, CPM-ന്റെ കരുത്തുറ്റ സൗമ്യമുഖം, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം. ഒരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയത്, ഇതിലേക്ക് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയത് വലിയ പ്രതീക്ഷകൾ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരിയായല്ല, ഞാൻ MLA ആയിരിക്കുമ്പോൾ എന്നോട് ആ മനുഷ്യൻ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ, ആ മനുഷ്യൻ കാണിച്ചിട്ടുള്ള മാന്യത, പരിഗണന, ഇതെല്ലാം കണക്കിലാക്കിയാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ ഞാൻ പോയത് എന്ന് നേഷൻ ഫസ്റ്റ് അനുവദിച്ച ഇന്റർവ്യൂവിൽ തന്നെ ഐഷ പോറ്റി പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ചോദിച്ചിരുന്നു ഐഷ പോറ്റിയോട്, കാരണം ഐഷ പോറ്റി MLA ആയിരിക്കുന്ന കാലഘട്ടം കൊട്ടാരക്കരയുടെ സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. ഒരു കൊട്ടാരക്കരക്കാരൻ എന്ന് എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു. ആർ ബാലകൃഷ്ണപിള്ള അങ്ങനെയാണ്. കൊട്ടാരക്കര എന്നാൽ കൊട്ടാരക്കര ഗണപതിയും ആർ ബാലകൃഷ്ണപിള്ളയും KSRTCയും ഒക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഐഷ പോറ്റിയിലേക്ക് കൊട്ടാരക്കര മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇടതുപക്ഷക്കാരി ആണെങ്കിൽ പോലും കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും എല്ലാ പാർട്ടിക്കാർക്കും ഇഷ്ടമുള്ളൊരു നേതാവ് അതായിരുന്നു, സ്വീകാര്യായ നേതാവ്. രാവിലെ 8 മണി കൊട്ടാരക്കരയിലുള്ള ദിവസങ്ങളിലെല്ലാം 8 മണിക്ക് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്നത് ചിരിച്ചൊരു MLA കൊട്ടാരക്കരക്കാർക്ക് എന്നും കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, അന്ന് ഞാൻ ഓഫ് ദ ക്യാമറ ഐഷ പോറ്റിയോട് ചോദിച്ചാണ്, ഞങ്ങൾക്ക് താങ്കളെ UDF ക്യാമ്പിൽ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാമോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത്, 15 വർഷം ഞാൻ MLA ആയിരുന്നു, ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം കൊട്ടാരക്കരയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ തുടങ്ങി വെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ പിന്നീട് വന്നവർക്ക് സാധിച്ചിട്ടില്ല എന്നൊരു സങ്കടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയാണ്. ഇനി ഞാനൊരു മുന്നണിയൊക്കെ മാറി മത്സരിച്ച് എന്തിനാണ് വെറുതെ ആളുകളോട് മുഷിയേണ്ട കാര്യം എനിക്കില്ല. ഞാനിപ്പം കുടുംബം നോക്കി, എൻ്റെ ജോലി നോക്കി, അഡ്വക്കേറ്റാണ്, കേസുള്ള വക്കീലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വസ്ഥമായ പ്രൊഫഷണൽ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് അതിലൊരു വലിയ താല്പര്യമില്ല രോഹിത്തെ എന്ന് തന്നെയാണ് ഐഷ പോറ്റി അന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷത്തോട് അത്ര മമതയോടുകൂടി അല്ല പുള്ളിക്കാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPM മെമ്പർ അല്ല, CPM-ന്റെ പാർട്ടി മെമ്പർ അല്ല ഐഷ പോറ്റി എന്നുള്ളത്. പിന്നെ 15 വർഷക്കാലം ജനകീയ MLA ആയിരുന്നിട്ട് ഇടതുപക്ഷം അവർക്ക് എന്ത് കൊടുത്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അർഹയായ ഒരു സ്ത്രീ KK ശൈലജ ടീച്ചറിന് കൊടുത്തപ്പോഴും ഈ ശ്രീമതി ടീച്ചറിന് പോസ്റ്റുകൾ കൊടുത്തപ്പോഴും ഒക്കെ അതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു ഐഷ പോറ്റി. ഒന്നുകിൽ ഒരു മന്ത്രിയായി അല്ലെങ്കിൽ ഒരു സ്പീക്കറായി ഒക്കെ ഐഷ പോറ്റിയെ പ്രതീക്ഷിച്ചതാണ് കൊട്ടാരക്കര. ഐഷ പോറ്റിയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ അവിടെ വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെ. അപ്പൊ എന്ത് തന്നെ ആയാലും ഐഷ പോറ്റി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നാൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി വലിയ
സ്വീകാര്യത കൊട്ടാരക്കരയിൽ ലഭിക്കും. അത് കൊട്ടാരക്കര തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത് കൊടുക്കുന്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പോരാട്ടമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ അവിടെ പരിഗണിച്ചാൽ എന്തായാലും ഈ പേരിൽ അഖിൽ മാരാർക്ക് എന്തായാലും മറ്റൊരു മണ്ഡലം കൊട്ടാരക്കര അല്ലെങ്കിൽ മണ്ഡലത്തിൽ എന്തായാലും അഖിൽ മാരാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഏതും വേണ്ട എന്നുള്ളതാണ്. പല പേരുകൾ എന്തായാലും ഉയർന്നു കേൾക്കും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവസാന നിമിഷം ഐഷ പോറ്റിയുടെ തീരുമാനമാണ്, പാർട്ടി തീരുമാനമാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ UDF സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി. അങ്ങനെയെങ്കിലും അത് ചരിത്രമാണ്. ഇടതുപക്ഷത്തിലെ രണ്ടാമത്തെ സീറ്റ് UDF പിടിച്ചെടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. R ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം UDF MLA ആയി ഐഷ പോറ്റി ഈ പറയപ്പെടുന്ന നിയമസഭയിലേക്ക് നടന്നു നീങ്ങും. അവർക്ക് വേണ്ട പരിഗണന എന്തായാലും UDF നൽകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.